ISRO മുൻ തലവൻ ഡോക്ടർ ജി മാധവൻ നായർക്ക് വധഭീഷണി. ഇസ്ലാമിക് ഭീകര സംഘടനയായ ജെയ്ഷെ ഇ മുഹമ്മദിന്റെ പേരിലാണ് ഭീഷണിക്കത്ത് ലഭിച്ചിരിക്കുന്നത്. പുൽവാമ സ്ഫോടനം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയുടെ ഭീഷണി അന്വേഷണ ഏജൻസികൾ ഗൗരവമായി തരത്തിലെടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ജെയ്ഷെ മുഹമ്മദിന്റെ സാന്നിധ്യം സൂചിപ്പിക്കപ്പെടുന്നത്. ഉപഗ്രഹ വേദ മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അറിയിച്ച ദിവസമാണ് ഭീഷണിക്കത്ത് വന്നിരിക്കുന്നത്. മോദിയെ പിന്തുണയ്ക്കുന്നത് തുടരുതെന്നും അല്ലെങ്കിൽ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ടുള്ള കത്ത് മാധവൻ നായരുടെ ശാസ്തമംഗലത്തെ വീട്ടിലാണ് എത്തിയത്. പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിച്ച കത്ത് സുരക്ഷാ ചുമതലയുള്ള CSF ഉദ്യോഗസ്ഥരാണ് കണ്ടെടുത്തത്. കത്ത് രഹസ്യാന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണവും ആരംഭിച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിവരവും അറിയിച്ചിട്ടുണ്ട്. വിഷയം അതീവ ഗൗരവത്തിൽ എടുക്കണമെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. തിരഞ്ഞെടുപ്പ് സമയമായതിനാൽ അന്വേഷണം രഹസ്യമാക്കാനാണ് നീക്കം. മാധവൻ നായരുടെ വീടിന് സമീപം CCTV ക്യാമറകളില്ല എന്നതാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലും മാധവൻ നായർ പങ്കെടുത്തിരുന്നു. അതേസമയം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെതിരെ നിലപാട് കടുപ്പിച്ച് ലോക രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം വീണ്ടും US അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. അമേരിക്ക തയ്യാറാക്കിയ പ്രമേയത്തിന് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ശക്തമായ പിന്തുണയുമുണ്ട്. നേരത്തെ പലതവണ പ്രമേയം അവതരിപ്പിച്ചിരുന്നുവെങ്കിലും ചൈനയുടെ എതിർപ്പ് കാരണം പാസ്സായിരുന്നില്ല. പ്രമേയം ഇന്ന് UN വീണ്ടും പരിഗണിച്ചേക്കും. എന്നാൽ ഇത്തവണയും ചൈനയുടെ നിലപാട് എന്താകുമെന്ന് സംബന്ധിച്ച് വ്യക്തമല്ല. ബ്രിട്ടൻ, ഫ്രാൻസ് രാജ്യങ്ങളുടെ ശക്തമായ പിന്തുണയിൽ തയ്യാറാക്കിയ പ്രമേയം 15 അംഗ UN സുരക്ഷാ കൌൺസിൽ US വിതരണം ചെയ്തു. അസ്ഹറിനെതിരെ ആയുധ ഉപരോധം, യാത്രാവിലക്ക്, സ്വത്ത് മരവിപ്പിക്കൽ എന്നിവയാണ് പ്രമേയത്തിലെ ആവശ്യമെന്നാണ് നയതന്ത്രജ്ഞർ പറയുന്നത്. പുൽവാമയിൽ 40 സൈനികർ കൊല്ലപ്പെടാനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രൂക്ഷമായ സംഘർഷാവസ്ഥയ്ക്കും ഇത് ഇടയാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ലോകരാജ്യങ്ങൾ ശക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.